ഖത്തർ എയർവേസിന്റെ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് നൽകുന്ന ലോകഭൂപടത്തിൽ നിന്നും ഇസ്രായേലിന് വേണം. ഇസ്രായേൽ എന്ന രാഷ്ട്രം ഖത്തർ എയർവേസിന്റെ ഭൂപടത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് ഇസ്രായേൽ മാധ്യമമായ ദി ടൈംസ് ഓഫ് ഇസ്രായേലിൽ എഴുതിയ ലേഖനത്തിൽ മാർക്ക് റിവോ എന്ന ഇസ്രായേലിയസ് പൗരൻ വ്യക്തമാക്കുന്നത്. ടിക്കറ്റ് വിൽപ്പന വഴി മാത്രമല്ല ഇന്ത്യൻ റെയിൽവേക്ക് വരുമാനം. അനുബന്ധമായുള്ള ഒട്ടേറെ വരുമാന മാർഗങ്ങളുണ്ട്. അതിലൊന്നാണ് പരസ്യം. ട്രെയിനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും പരസ്യത്തിനുള്ള അനുമതി നൽകുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനം ചില്ലറയല്ല. വന്ദേ ഭാരത് എക്സ്പ്രസിൽ LED സ്ക്രീൻ വഴി പരസ്യം നൽകിയതിലൂടെ മാത്രം 3 കോടിയാണ് ലഭിച്ചത്. ഒരു വന്ദേ ഭാരതിലെ മാത്രം കാര്യമാണ്. ശബരിമല യുവതി പ്രവേശന വിഷയം അടഞ്ഞ അധ്യായമല്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അത്തരത്തിൽ പറഞ്ഞൊഴിയുന്ന CPM നേതൃത്വം അയ്യപ്പഭക്തരെ വീണ്ടും അപമാനിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും ഭക്തരോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ പമ്പയിലെ സമ്മേളനത്തിനു മുൻപ് ശബരിമലയിലെ ആചാരങ്ങൾക്കെതിരായി സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം പിൻവലിക്കണമെന്നും അവസരവാദ രാഷ്ട്രീയം കളിക്കരുതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രസ്താവിച്ചു. ലോകമെമ്പാടും സാന്നിധ്യമുള്ളവരാണ് മലയാളികൾ. അതിനാൽ തന്നെ മലയാളിയുള്ളിടത്തെല്ലാം കേരളീയരുടെ ദേശീയ ഉത്സവമായ ഓണവും കൊണ്ടാടും. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉള്ളവരെക്കാൾ സമൃദ്ധമായി ഓണം ആഘോഷിക്കുന്നത് പ്രവാസി മലയാളികളാണ്. ഏറ്റവും കൂടുതൽ പ്രവാസി മലയാളികളുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇത്തവണയും ഓണാഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ്. ലൈംഗികാരോപണം നേരിടുന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ നിർണായക കണ്ടെത്തലുമായി ക്രൈംബ്രാഞ്ച്. 2 യുവതികൾ ഗർഭചിത്രം നടത്തി എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. രാഹുലിനെതിരെ പരാതി നൽകാതിരിക്കാൻ യുവതികൾക്ക് മേൽ ശക്തമായ സമ്മർദ്ദമുണ്ടായി എന്നുമാണ് റിപ്പോർട്ട്. വൃത്തങ്ങളെ ഉദ്ധരിച്ച് ന്യൂസ് 18 കേരളയാണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അന്തരിച്ച നടൻ നവാസിന് LIC ഇൻഷുറൻസ് ക്ലെയിം ആയി 26 ലക്ഷം രൂപ കിട്ടി എന്ന പ്രചാരണം തെറ്റാണെന്ന് സഹോദരനും നടനുമായ നിയാസ് ബക്കർ. നവാസിന് പണം കിട്ടി എന്ന കാർഡ് വാട്സാപ്പിൽ പ്രചരിക്കുന്നുണ്ടെന്നും ആരും വിശ്വസിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. വാട്സാപ്പിൽ പ്രചരിക്കുന്ന കാർഡ് ചിലർ അയച്ചുതന്നപ്പോഴാണ് ഇക്കാര്യം അറിഞ്ഞതെന്നും ഇത് വലിയ ദ്രയാഹമായി പോയി എന്നും നിയാസ് പറഞ്ഞു. ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥിയായ ആര്യൻ കദൂരിയ മോഹൻലാലിനോട് ബഹുമാനക്കുറവിൽ സംസാരിച്ചത് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നു. മോഹൻലാൽ തന്നെ ആര്യൻ ചുട്ട മറുപടിയും നൽകി. അതിനുശേഷം ജിസേലിനെ ഉമ്മ വെച്ചുവെന്ന അനുമോളുടെ ആരോപണവും ആര്യനെ വിവാദത്തിലാക്കിയിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു മാസം പിന്നിട്ടിട്ടും വേണ്ടത്ര മികവ് പുലർത്തുന്നില്ലെന്ന വിമർശനം പ്രേക്ഷകരിൽ നിന്നും ശക്തമാകും. വൈൽഡ് കാർഡ് എത്തിയിട്ട് പോലും ഷോയ്ക്ക് വീറും വാശിയും പകരാൻ സാധിച്ചിട്ടില്ല. ഭക്ഷണത്തിന്റെ പേരിലുള്ള വഴക്കും അനുമോളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമാണ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 അനുമോൾ തൊട്ടതെല്ലാം വിവാദമാണ്. പല ആരോപണങ്ങളും സഹമത്സരാർത്ഥികൾക്കെതിരെ അനുമോൾ ഇതിനകം ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ജിസേലും അപ്പാനി ശരത്തും ആര്യനും അക്ബറും അടക്കം പലരും ഉൾപ്പെട്ടിട്ടുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ആഴ്ച ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് ആര്യനും ജിസേലിനും എതിരായി അനുമോൾ ഉയർത്തിയ ആരോപണമാണ്. ഇരുവരും പുതപ്പിനുള്ളിൽ വെച്ച് ഉമ്മ വെക്കുന്നത് ഞാൻ കണ്ടുവെന്ന് അനു മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു. വൈൽഡ് കാർഡായി ഷോയിലേക്ക് എത്തിയ പുതിയ മത്സരാർത്ഥികളായ ജിഷിനും മസ്താനിയും അനുവിന് എല്ലാ പിന്തുണയും നൽകി. ലിവിംഗ് റൂമിൽ വെച്ച് ഇവരുടെ നേതൃത്വത്തിൽ പുതപ്പിനുള്ളിൽ നടന്നതിന്റെ ഡെമോ വരെ കാണിച്ചു.